അല്ല, അദ്ദേഹത്തെ വെറുതെ വിടുന്നുള്ള കാര്യത്തിൽ എനിക്ക് നേരത്തെ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കേസിൻ്റെ ആരംഭഘട്ടം മുതൽക്ക് തന്നെ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏതാണ്ട് ഒരു വ്യക്തത ഉണ്ടായിരുന്നു, ധാരണ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടല്ല, അദ്ദേഹം നിരപരാധിയാണെന്നോ നിർദോഷിയാണെന്നോ ഇപ്പോൾ ചിലരൊക്കെ പറയുന്ന പോലെ നിഷ്കളങ്കനാണ്, മാർപ്പാപ്പയുടെ അടുത്ത വരവിന് ഇദ്ദേഹത്തെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കാൻ യോഗ്യനാണ്, അർഹനാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ കുറ്റകൃത്യത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് തികഞ്ഞ ബോധ്യമുണ്ട്. പക്ഷേ എൻ്റെ ബോധ്യം പോരല്ലോ. ഒരു കുറ്റകൃത്യം കോടതിയിൽ വിചാരണ ചെയ്ത് തെളിയിക്കുമ്പോൾ അതിന് ആവശ്യമായ സാക്ഷിമൊഴികൾ വേണം, രേഖകൾ വേണം, മറ്റു തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം അതിന് ഇണങ്ങുന്നതായിരിക്കണം. ഈ കേസിലെന്നല്ല, ഇതുപോലുള്ള പല കേസുകളിലും സംഭവിക്കുന്നത് കുറ്റം ചെയ്ത ആളുകളെ, അതായത് കുറ്റത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളെ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ, മെഡിക്കൽ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ, മറ്റ് പല സംഗതികളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്താനും ശിക്ഷിക്കാനും സാധിക്കും. പക്ഷേ ഇതിന് പ്രേരണ നൽകിയ ആളുകൾ, ഗൂഢാലോചന നടത്തിയ ആളുകൾ, അതിന് പണം കൊടുത്ത് സഹായിച്ച ആളുകൾ, ഇവരൊക്കെ പലപ്പോഴും അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാറില്ല. പലപ്പോഴും അന്വേഷിക്കാറ് പോലുമില്ല. അന്വേഷിച്ചാൽ തന്നെ കണ്ടെത്താൻ കഴിയുകയില്ല. കണ്ടെത്തിയാൽ തന്നെ അവരെ പ്രതി ചേർത്ത് വരുന്ന കേസ് താരതമ്യേന ദുർബലമായിരിക്കും. ഇത് കോടതിയിൽ തെളിയിക്കുക വളരെ ദുഷ്കരമാണ്, മിക്കവാറും അസാധ്യം തന്നെയാണ്. അതുകൊണ്ട് ദിലീപിനെ വെറുതെ വിടും എന്ന് ഞാൻ ഉദ്ദേശിച്ചതുകൊണ്ടാണ്. അദ്ദേഹം നിരപരാധിയായതുകൊണ്ടും നിഷ്കളങ്കനായതുകൊണ്ടും അല്ല. ദിലീപ് വളരെ പ്രബലനാണ്, സമ്പന്നനാണ്, അദ്ദേഹത്തിന് എല്ലാ തരത്തിൽപ്പെട്ട സ്വാധീന ശക്തിയുണ്ട്, പണമുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ സ്വാധീനവും സമ്മർദ്ദവും ഉപയോഗിച്ച് പല സാക്ഷികളെയും അദ്ദേഹത്തിന് പ്രതിഭാഗം ചേർക്കാൻ കഴിഞ്ഞു, രേഖകൾ തിരുത്താൻ കഴിഞ്ഞു, തെളിവുകൾ തേച്ചു മാറ്റി കളയാൻ കഴിഞ്ഞു. കേരളത്തിൽ ഇന്നുള്ളതിൽ ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകനെ തന്നെ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞു. അങ്ങനെ പല വൈതരണികളും സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം സ്വാഭാവികമായിട്ട് രക്ഷപ്പെട്ടു. ഇതിപ്പോൾ ദിലീപ് രക്ഷപ്പെട്ടത് ഇത്ര വലിയ അത്ഭുതമായിട്ട് നമ്മൾ വിചാരിക്കണ്ട, ഇല്ലേ?